ഞങ്ങൾക്ക് എല്ലാവർക്കും ആദരണീയനായിട്ടുള്ള മികച്ച പാർലമെന്റേറിയൻ ശ്രീ NK പ്രേമചന്ദ്രൻ അവർ, വേദിയിലുള്ള പ്രിയങ്കരനായ പ്രമോദ് നാരായണൻ MLA, പ്രിയങ്കരനായ ശ്രീ ജോണി ലൂക്കോസ്, ശ്രീ ആഷ്മി താജ് ഇബ്രാഹിം, ശ്രീ അബ്ജോദ്, സുജയ പാർവതി, മോത്തി രാജേഷ്, പ്രിയപ്പെട്ട ലീൻ ചേട്ടൻ, പ്രിയപ്പെട്ട നമ്മുടെ ഫാദർ ഷിജു ഫാദർ, മറ്റൊരു വേദിയിലുള്ള ജനറൽ സെക്രട്ടറി, അതുപോലെ ട്രഷറർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന വിവിധ സംഘടനകളുടെയും വിവിധ ചാപ്റ്ററുകളുടെയും ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്നും ഒന്നും കൂടെ ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എല്ലാവരും ഇങ്ങനെ ഇറുകിപ്പിടിച്ച് സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ അതിലേറെ സമ്മർദ്ദത്തിലായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൻ്റെ ഭാരവാഹികളുടെ കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതുകൊണ്ട്, സ്ഥാനം ഒഴിയുന്നത് കൊണ്ടാണ് ശ്രീ സുനിലും 2 സുനിൽമാരും എൻ്റെ ലെഫ്റ്റും റൈറ്റും ഇരുന്ന് ഭയങ്കര സമ്മർദ്ദത്തിൽ, ഞാൻ അതിലേറെ സമ്മർദ്ദത്തിലായി. അപ്പോൾ 2 ടെൻഷനുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് എന്താ സംഭവിക്കാറില്ല. പക്ഷേ AC-യുടെ ഇടയിൽ ഇങ്ങനെ ബി പോലെ ആയി. ഞാൻ സത്യത്തിൽ അവർ സ്ഥാനം ഒഴിയുന്നു, മുമ്പിലിരിക്കുന്നവർ ഒരുപാട് പേര് കമ്മിറ്റിയിൽ ഭാരവാഹികള, അവരും ഒഴിയുന്നു, പിന്നിലിരിക്കുന്നവർ പലരും ഒഴിഞ്ഞവരുമാണ്, ഒഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതൊരു അപൂർവ സംഘടനയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒഴിയാതിരിക്കാന്നാണ് ഞങ്ങളൊക്കെ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഇനി അവിടുത്തെ ബസ് ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടന ക്ലബ്ബുകളൊക്കെ ആണെങ്കിലും, ഇത്ര വർഷം ഞാൻ പ്രസിഡന്റായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരും, ഇത്ര വർഷം ഞാൻ ഭാരവാഹിയായി എന്ന് ആഗ്രഹിക്കുന്നവരും. പക്ഷെ നിങ്ങൾ ഈ 21 വർഷവും വലിയ പോറലും പരുക്കുമില്ലാതെ മുന്നോട്ട് പോയത്, അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്. 2 വർഷം കൂടുമ്പോൾ പുതിയ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ. പിന്നെ ഒഴിഞ്ഞവരും അഡ്വൈസറി ബോർഡിൽ നല്ലൊരു പാക്കേജാണ്, ആരും വിട്ടു പോകുന്നില്ല. ഇല്ലെങ്കിൽ എന്താണ്, മറ്റാരെങ്കിലും വേറെ സംഘടന ഉണ്ടാക്കി പോയാല് എല്ലാവർക്കും അംഗീകാരം. ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിയുന്ന ആൾക്ക് ഞാൻ നോക്കിയപ്പോൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. ഇതിൽ പേരെ എന്താ വേണ്ടത്? അല്ലാതെ മുഴുവൻ എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഇത് KPCC കൊണ്ടുവരുന്ന ചോദിക്കണം. ആരും ചോദിച്ചറിയോ? പ്രമോദ് തന്നെ. പാർട്ടിയിൽ സ്ഥിതി ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് പേരെ പേര് പറയും, വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ എങ്ങനെയായാലും അതിൽ ഉൾപ്പെടുത്തും. 2 വലിയ വ്യത്യാസമുണ്ട്. അപ്പോ ഈ സംഘടന ഇതുപോലെ സൗഹൃദവും സന്തോഷവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ഒരു മൗലികമായ ഒരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ളവർ പലരും കഴിഞ്ഞ സെമിനാറിലും അതുപോലെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഞാൻ കണ്ടു. ഞങ്ങൾക്കിത് മുഖ്യ ജോലിയല്ല, പാർട്ടായിട്ട് ഞങ്ങളൊരു സേവനം നടത്തുകയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു ശമ്പളം വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് പറയാൻ കഴിയുന്ന ലോകത്തെ ഏക പത്രക്കാർ നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറിയോ, ഇവിടെ മാധ്യമരംഗത്തെ പ്രഗത്ഭരൊക്കെ ഇരിക്കുന്നുണ്ട്. സത്യത്തില് ഇവരുടെയൊക്കെ ശമ്പളം കിട്ടാണ്ടല്ലോ. ഇത് പറയും ശമ്പളം കിട്ടാൻ വൈകുന്നുണ്ട് പല ചാനലിൽ നിന്നൊക്കെ, പക്ഷെ കിട്ടുന്ന ചാനൽ വാരി കോരി കിട്ടുന്നുണ്ട്. അപ്പൊ ഒട്ടും മോശക്കാരല്ല. അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ പ്രകടനമുണ്ട്, വൈവിധ്യങ്ങളുണ്ട്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. മലയാളികളായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ വാർത്ത ഇഷ്ടപ്പെടുന്നവർ. അത് ഈ അവതരിപ്പിക്കുന്നവരുടെയും അല്ലെ, അവരുടെ ആശയ പിന്നെ ഒരു ദാരിദ്ര്യമില്ലാതെ അവരുടെ വാക്കുകളും അല്ലെ, ഇതെല്ലാം നമ്മളെ പ്രത്യേകം ആകർഷിക്കുന്നു. മനുഷ്യത്വമുള്ളവരാണ് മലയാളികൾ. ലോകത്ത് എവിടെ പോയാലും ആ മനുഷ്യത്വം കൂടുതൽ പ്രകടിപ്പിക്കുന്നവരാണ്. ഇപ്പോൾ സ്നേഹവും സൗഹാർദ്ദമൊക്കെ പങ്കിട്ട് ഒരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും പ്രേമേന്ദ്രജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ ക്ഷേമത്തിലൊക്കെ നിങ്ങളുടെ കയ്യൊപ്പുണ്ട്. അതാണ് മാധ്യമ പ്രവർത്തനം. ഏറ്റവും മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട
കാരണവും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് ജോലി ചെയ്യാനുള്ള കാരണം ഏറെ പേരായിട്ട് ബന്ധപ്പെടാൻ പറ്റും. രാഷ്ട്രീയമില്ല, മതമില്ല, സംഘടനയില്ല, എല്ലായിടത്തും സ്വാതന്ത്ര്യത്തോടുകൂടി കയറി ചെല്ലാൻ പറ്റും. അന്നൊക്കെ പറഞ്ഞേ ഏത് ആഘോഷത്തിലാണ് ഞാനൊക്കെ CPM എത്ര സമ്മേളനത്തിൽ പോയിരുന്നിട്ടോ അറിയോ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പത്രക്കാരനായതുകൊണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇദ്ദേഹം ഇരിക്കുന്ന പോലെ കാര്യം മനസ്സിലായല്ലോ. ഉള്ളില് വേറെ പാർട്ടിയാണ് എന്തൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതാണ് നമ്മളെല്ലാരും പരസ്പരം അംഗീകരിക്കുന്നത് അല്ലേ. ഇത് സുജയ മോശക്കാരിയാണ്. എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചാണ് ഇപ്പൊ അമേരിക്കക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെ തുടങ്ങാനാ പോകുന്നത് അറിയോ? മനസ്സിലായി. ചാനൽ 2 പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ പരസ്പരം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ ആവശ്യം നിങ്ങൾ മുഖാന്തരം ഉന്നയിക്കുന്നുണ്ട്. ഞാനൊക്കെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏറ്റവും ദരിദ്രരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഒരുപാട് കാര്യം കേൾക്കാൻ ആളില്ല, പറയാൻ ആളില്ല. അപ്പൊ അവരുടെ ശബ്ദമായിട്ട് നീങ്ങുക എന്നുള്ളതാണ്. നിങ്ങളും ചെയ്യുന്നതാണ്. ഏറ്റവും അവശരായ അരശരണരായ ആളുകളുടെ ശബ്ദം പൊതുസമൂഹത്തിൽ എത്തിക്കുക, അധികാരികളിൽ എത്തിക്കുക, അവർക്ക് നീതി ലഭ്യമാക്കുക, അല്ലെ? അവരും സുരക്ഷിതമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുക. ഏറ്റവും അടിസ്ഥാനം അതാണ്. പിന്നെ രാഷ്ട്രീയം, ചർച്ച, ഇതൊക്കെ വേണം. വ്യത്യസ്തമായ നിലപാടുകൾ വേണം. എല്ലാ കാലത്തും ഒരു പാർട്ടി ഭരിക്കുക എന്ന് വെച്ചാൽ എന്റെ മുൻകാല നേതാക്കന്മാര് ആ ഭരണഘടന അത് എഴുതി വെച്ചാൽ മതിയായിരുന്നു. നിങ്ങളൊന്നും അങ്ങനെ പുതിയ ആൾക്കാരെ കൊണ്ടുവരില്ല. ഞങ്ങൾ തന്നെ ഭരിക്കുകയായിരുന്നു. അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമ ധർമ്മമാണ്. പല പ്രതിസന്ധികളും അന്നും ഉണ്ടായിട്ടുണ്ട്, ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രതിസന്ധി പറഞ്ഞാൽ അതെങ്ങനെ അതിജീവിക്കുന്ന അറിയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ്. അതായത് അപ്രഖ്യാപിതമായിട്ടുള്ള നിയന്ത്രണമാണ്. പ്രഖ്യാപിച്ചോട്ടെ, ഏതെങ്കിലും തരത്തിൽ നിയമപരമായി നിയമവിരുദ്ധമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിവീഴും. പക്ഷെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നതും അധികാരികൾ ഭയപ്പെടുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വേട്ടയാടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഇവിടെയുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് പല സംഘടനകളും പോയാൽ, പ്രത്യേകിച്ച് ഗൾഫിൽ അംഗീകാരമില്ലാത്ത പല സംഘടനകളും പേടിക്കും, പെട്ടെന്ന് പോലീസ് വരും അല്ലെങ്കിൽ നടപടി എടുക്കുന്ന കുറവില്ല. അതുപോലെ നിങ്ങളൊക്കെ ഇരിക്കുന്നപ്പോൾ ഞാൻ സുനിലോട് ചോദിച്ചു, ട്രംപിന്റെ പോലീസ് വരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു. ഇവിടെ ആ നിയന്ത്രണം, കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ ഇന്ത്യയിലും അതുപോലെ കൂടുമ്പോൾ ചിലപ്പോൾ പേടിക്കേണ്ടി വരും. കേരളത്തിലോട്ട് മോശമൊന്നുമല്ല. അപ്പോൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം അങ്ങനെ അനുവദിക്കേണ്ടതല്ല. അത് നേരത്തെ പ്രേമേന്ദ്രജി പറഞ്ഞ പോലെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമായി, അലിഖിതമായി, പാരമ്പര്യമായി നമ്മൾ അംഗീകരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? നമുക്ക് ജുഡീഷ്യറി ഉണ്ട്, ശക്തമാണ്. അതുപോലെ ഭരണ സംവിധാനം, ലെജിസ്ലേറ്റീവ് ഉണ്ട്. അതുപോലെ അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇതെല്ലാം നേരെ ചൊവ്വേ നടപ്പിലാക്കേണ്ടതുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനമാണ് 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ മേഖല. അപ്പൊ ആ മാധ്യമ മേഖലയിൽ ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. അപ്പോ വലിയ ഭീഷണി നേരിടുന്നുണ്ട് പലതരത്തിലും. ആളെ കൊല്ലുക, അപ്രിയ വാർത്തകൾ കൊടുത്താൽ തട്ടിക്കളിയാണ്. എത്ര പേരാണ് ഇന്ത്യയിൽ ഇപ്പോ കൊല്ലപ്പെട്ടത് മാധ്യമ പ്രവർത്തകർ സംശയകരമായ തരത്തിൽ. അവ ജീവൻ പോലും ഭീഷണിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, അവരെ പല രീതിയിലും അവരെ വേട്ടയാടുന്നിരിക്കട്ടെ, അവരുടെ കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും ആവാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ സമൂഹത്തെ നേരായി നയിക്കാൻ ഭരിക്കുന്നവർ യഥാർത്ഥ ജോലി ചെയ്യുന്നുണ്ടോ? പ്രതിപക്ഷത്തിരിക്കുന്നവർ നല്ല ജോലി ചെയ്യുന്നുണ്ടോ? നമ്മൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ വികസനം, ജനങ്ങളുടെ പുരോഗതി, ക്ഷേമം, അതിനൊക്കെ വേണ്ടി സപ്പോർട്ടീവായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി നിലകൊള്ളുമ്പോൾ വിമർശനം ഉണ്ടാവും. ആ വിമർശനത്തെ കേൾക്കാൻ കഴിയണം. അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. നമുക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഹരിക്കപ്പെട്ട നമുക്കും പൊട്ടിത്തെറിക്കില്ല നമ്മൾ. അതുപോലെ ഈ രാജ്യത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതിനുള്ള എല്ലാ അധികാരവും ഭരണഘടനയിലുണ്ട്. അപ്പൊ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളാണ്. ഉയർത്തിക്കൊണ്ടുവരുന്നത്, വിമർശിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭരണാധികാരികളാണ് യഥാർത്ഥ ജനാധിപത്യവാദികൾ. ഇതുവരെ ഭയപ്പെടുന്നവരൊക്കെ ഏകാധിപത്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്, അല്ലെ? മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറാകാതെ.
അപ്പൊ ഇതിനൊക്കെ എതിരായി ശക്തമായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഈ മാധ്യമ മേഖല തന്നെയാണ് കറക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആരാണെങ്കിലും ഏത് ഭരണാധികാരിയും മുഖത്ത് നോക്കി പറയാൻ കഴിയണം. ആ അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയണം. നിങ്ങൾ 21 കൊല്ലം നടത്തിയ ആ പ്രവർത്തനം തുടക്കത്തിലേക്ക് പറഞ്ഞു 4-5 പേര് ഇന്നിപ്പോ വലിയൊരു കൂട്ടായ്മയായി 52 സ്റ്റേറ്റിലും അല്ലെ 52 50 ഉണ്ടോ? മിക്കവാറും സ്റ്റേറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട് പല സംഘടനകൾ അല്ലെ. അപ്പൊ ഇതൊരു വലിയ കൂട്ടായ്മ. മാധ്യമ പ്രവർത്തനം മാത്രമല്ല, സാംസ്കാരിക രംഗത്ത്, സന്നദ്ധ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പല സംഘടനകളായി പ്രവർത്തിക്കുന്നവരൊക്കെ കോർത്തിണക്കിയ, നേരത്തോട് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സംഘടനയായി ഇത് ഉയർന്നിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ സംഗമത്തിൽ ഞാനും പങ്കെടുത്തത്. കാരണം ഞാനും ഒരു പഴയകാല പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തുന്ന പത്രക്കാരുടെ പരിപാടിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പൊ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കെടുത്തു. ഇവിടെ നല്ല ചർച്ചകൾ നടന്നു. നല്ല മിടുക്കുള്ള മാധ്യമ പ്രവർത്തകരെ ഇരുത്തി എല്ലാവരും വളരെ സക്രിയമായി പങ്കെടുത്തുകൊണ്ടാണ് വിവിധ വിഷയങ്ങൾ, മാധ്യമ മേഖല മാത്രമല്ല സമൂഹം നേരിടുന്ന പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. ഇത് ആരോഗ്യകരമായ ചർച്ചയാണ്. വളരെ സുതാര്യമായി നല്ല പരിപാടിയായിരുന്നു നടത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ സമ്മേളനവും അതിഗംഭീരമായി അതിലെ പങ്കാളിത്തം കൊണ്ടും അതിലുള്ള ഇടപെടലുകളും വന്ന പദ്ധതികളും എല്ലാം ചേർന്ന് മനോഹരമായ ഒരു സമ്മേളനം നടത്തിയ അനുഭൂതിയിൽ 2 സുനിൽമാർക്കും പടിയിറങ്ങാം. അപ്പൊ ചിരിച്ചല്ലേ? അപ്പോ ബാക്കിയുള്ള പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നു. ഒരു അഡ്വൈസറി ബോർഡിലേക്ക് പോകുന്നു. ഇനി ഞങ്ങൾ വരുന്നു. സ്ഥിരമായിട്ട് ജോണി ലൂക്കോസ് സാറ് ഇവിടെ വരുന്ന പോലെ, പ്രേമേന്ദ്രൻ സാറ് വരുന്ന പോലെ എനിക്കിപ്പോ സ്ഥിരമായിട്ട് വരാനുള്ള ഒരു ആഗ്രഹം തോന്നിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ പുരോഗതി, കേരളത്തിന്റെ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കേരള മക്കളാണല്ലോ, കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി നീതി ലഭിക്കേണ്ടവരുടെ ശബ്ദമായി സമൂഹത്തിൽ ഉയർന്നു വരണം. നിങ്ങളുടെ ശബ്ദം ഇന്ത്യ മുഴുവൻ, അമേരിക്കയിലും ലോകത്തും മുഴുവൻ അറിയണം. അതിനുള്ള പ്രവർത്തനം പുതിയ പ്രസിഡന്റ് രാജു പള്ളത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന പുള്ളി ബാക്കിലിരുന്നോട്ടെ, പുള്ളി ബാക്കിലിരിക്കുന്ന ആശ്വാസത്തില, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുമല്ലോ എന്നുള്ള ധാരണ ബാക്കിലിരിക്കുന്നത്. ഞങ്ങളെ സംഘടന പോലെയല്ല, നിങ്ങൾ വലിയ മാതൃക സംഘടനയാണ്. ഇതുപോലെയൊക്കെ കേരളത്തിൽ ഓരോ സംഘടന ഉണ്ടാക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടിയിലും സംഘടന ഉണ്ടാവും. അത് നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പിള്ളേരല്ല, രണ്ടാമത് വേറൊരു പാർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ സംഘടന ഉണ്ടാവും. അതുപോലൊന്നും അല്ലാതെ ഇത്രയും ഒത്തൊരുമിച്ച് മലയാളികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. പള്ളത്തിനും അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന എല്ലാ ഭാരവാഹികൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. വന്ന് സ്ഥാനത്ത് വന്നാൽ പിന്നെ നമ്മളെ മറക്കരുത് അടുത്ത സമ്മേളനത്തിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഏറ്റവും ക്രിയാത്മകമായി എനിക്ക് വളരെ സന്തോഷം തോന്നി. അല്പസമയം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ആ ഇൻട്രൊഡക്ഷൻ നടന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ ചിരിക്കാതിരിക്കരുത്, സന്തോഷിക്കാതിരിക്കരുത്. ഈ മാനസിക സമ്മർദ്ദമൊക്കെ മാറ്റി ബാക്കി നമ്മുടെ പ്രഗത്ഭരായ മാധ്യമ സുഹൃത്തുക്കളുടെ കൂടെ പ്രസംഗം കേട്ട് നമുക്ക് ഗംഭീര കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി പോകണം. നമുക്ക് ഏറ്റവും പ്രധാനം എന്താണ്? മനുഷ്യന് വേണ്ട സ്നേഹമാണ്, സന്തോഷമാണ്, അല്ലെ? നമുക്ക് കാരുണ്യം ഉണ്ടാകണം. അത് മാനസികമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സഹാനുഭൂതി ഉണ്ടാകുക. അപ്പൊ ആ കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവും സൗഹാർദ്ദവും ബഹുമാനവും കൂടി ചേർന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും വില നൽകി നിങ്ങൾക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് കഴിയുന്ന, എന്റെ ജില്ലക്കാരും എന്റെ മണ്ഡലക്കാരും വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരവാഹികൾ എറണാകുളം അങ്ങോട്ടുള്ളവരാണ്, കോട്ടയംകാരൻ, പത്തനംതിട്ടക്കാരൻ, ആലപ്പുഴക്കാരൊക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ ആശ്വസിച്ചത് ഞാൻ പിന്നെയും പറയാണ്, എന്റെ ജില്ലക്കാരനാണ് ഇപ്പോഴും അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്നുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സുനിലിന് പറ്റും, അതായത് തൈപ്പറ്റം സുനിലിന്. അപ്പൊ അത് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇവരുടെ എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും ഒക്കെ കിട്ടി, വളരെ സന്തോഷമാണ്. അപ്പോ ഒരിക്കൽ കൂടി ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MP കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഭീഷണിയെ പറ്റി പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വധഭീഷണി ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയൊരു പാർട്ടി എന്നെ തട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമുണ്ട്, കൃഷ്ണകിഷോറിന് ഫസ്റ്റ് ചാൻസ് കൊടുക്കണം, അദ്ദേഹം
MP ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് ചെയർമാനെ പറ്റിയൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ തുളസി ടീച്ചർ ഇവിടെ ഉണ്ട്, ഒന്ന് കൈവക്കിയാൽ കൊള്ളായിരുന്നു. ഉണ്ട്, അവിടെ ഉണ്ട്. എഴുന്നേറ്റ് ഞങ്ങള് ചെയർമാനെ കാണുന്നത്. ടീച്ചർ മുൻ വനിതാ കമ്മീഷന്റെ ചെയർമാനായിരുന്നു, ഇപ്പൊ മെമ്പറായിരുന്നു, ഇപ്പൊ KPCCയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ MP പോയപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു പഴയ കഥ ഞാൻ ഓർക്കുകയാണ്. ഏതാണ്ട് 1970 4ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബാലകൃഷ്ണപിള്ള നിറഞ്ഞു നിൽക്കുന്ന സമയം, അന്ന് അദ്ദേഹത്തിനെതിരെ നിന്ന സ്ഥാനാർത്ഥിയായിട്ട് വന്നത് കൊട്ര ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രായം കൊണ്ട് വളരെ കുറവായിട്ടുള്ള ആളാണ്. ബാലകൃഷ്ണയുടെ പ്രസംഗം നിങ്ങൾക്കെല്ലാം അറിയാൻ. അദ്ദേഹം പ്രസംഗിച്ചത് ഏതോ ഒരു ഗോപാലൻ വന്നിരിക്കുന്നു, അവനോട് പോയി ഗോലി കളിക്കാൻ പറയും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ബാലകൃഷ്ണപിള്ള ഗംഭീരമായിട്ട് തോറ്റു. ഇത് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് പ്രമോദ് നാരായണൻ MLA റാന്നി മണ്ഡലത്തിലേക്ക് കയറുമ്പോഴാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ നമുക്കറിയാം EK നായനായാലും അതുപോലെ ഉമ്മൻചാണ്ടിയും രാജാവും ഒക്കെ അവരുടെ പ്രസ്ഥാനത്തിനപ്പുറം അവരെ ജനകീയമായി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അംഗീകരിച്ചതുപോലെ എന്തോ പ്രമോദ് നാരായൺ സാറിനോട് ഒരു ലൈക്കബിലിറ്റി ആ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഗംഭീരമാണ്. ബാലന സഖ്യത്തിന്റെ സംസ്ഥാന ഏറ്റവും നല്ല പ്രാസംഗികനുള്ള അവാർഡ് കിട്ടിയതാണ്. തന്നെയുമല്ല രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ നേരത്തെ ഒന്ന് കുടിയേറിയതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം തർജ്ജമ ചെയ്ത് ഡൽഹി വരെ വിളിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടിയിൽ തന്നെ തുടരുകയാണ്. പ്രമോദ് സാർ ഈ വേദിയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യ പ്രസ് ക്ലബിന്റെ വേദിയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ വേദിയിൽ ആദ്യം സംസാരിച്ച NK പ്രേമേന്ദ്രൻ സാർ പിന്നീട് മന്ത്രിയായിട്ടാണ് കാണുന്നത്. മോൻസ് ജോസഫ് സംസാരിച്ചു കഴിഞ്ഞു, പിന്നീട് മന്ത്രിയായി. കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ചു, പിന്നീട് മന്ത്രിയായി. ഞങ്ങൾ വീണ ജോർജിന് അവാർഡ് കൊടുത്തു, മന്ത്രിയായി. കൊടുത്ത MP രാജേഷ് മന്ത്രിയായി. അപ്പൊ അങ്ങനെ ഞാൻ സ്വാഗതം ചെയ്യും. പൂത്തുനിൽക്കുന്ന വല്ലികളെ, ചില ചാർത്തു പറക്കും കിളിക്കൂട്ടങ്ങളെ. പൂത്തുനിൽക്കുന്ന വല്ലികളെ, ചില ചാർത്തു പറക്കും കിളിക്കൂട്ടങ്ങളെ. ഒന്ന് തൊടുമ്പോൾ 100 പൂക്കളായി പൊലിക്കും വനശലഭങ്ങളെ. അറിയുന്നതേ മർത്യഭാഷയ്ക്കു വാക്കില്ല, കടലിനെ കാടിനെ പാടി മാറ്റാൻ. അറിയുന്നതേ മമ ഭാഷയിൽ വാക്കില്ല, കടലും കാടും പുലരും കേരളത്തെ ഇത്രമേൽ സ്നേഹിക്കും നിങ്ങളെ പാടി വാഴ്ത്താൻ എന്ന് പറഞ്ഞ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് എല്ലാ സ്നേഹവും ആമുഖമായി നേരട്ടെ. ഇന്നലെ കൈയടിച്ചില്ല, ഇന്ന് സിജോച്ച കയ്യടി. ഇതെല്ലാം നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ വന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണമല്ലോ. അതിഥികളായി വന്ന ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നിറങ്ങുമ്പോൾ വെറും ജലമൊഴുകുന്ന പുഴകളെ പോലെയായിരുന്നു. ആ പുഴയുടെ തീരത്ത് എപ്പോഴോ കുറെ മരങ്ങൾ, മേഘങ്ങൾക്കിടയിൽ നിന്നും പിറന്ന സ്നേഹത്തിന്റെ കാറ്റ് ആ മരത്തിന്റെ ചില്ലകളെയെല്ലാം തഴുകി കടന്നു പോയപ്പോൾ കുറെ പൂക്കൾ കുലകളായും പിന്നെ പൂക്കളായും പുഴയിലേക്ക് വീണു. പുഴയായി വന്ന ഞങ്ങളെ പൂഞ്ചോലയാക്കി മാറ്റിയ, സ്നേഹത്തിന്റെ ദളങ്ങൾ പകർന്നു നൽകിയ സുനിൽ ട്രൈസ്റ്റാറിനും സംഘത്തിനും കേരളത്തിലെ ഒരു MLA എന്ന തരത്തിൽ, ഒരു മലയാളി എന്ന തരത്തിൽ 100-ൽ 100 മാർക്കും നൽകുന്നതായി ഞാൻ പറഞ്ഞു. അതിഥികൾക്കെല്ലാം എഡിറ്റർമാർ ഒരുമിച്ചിരുന്ന് മാർക്കിട്ട് ഇക്കാര്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന ഞാൻ കരുതുന്നില്ല. എല്ലാ അതിഥികളും ഒരേപോലെ മാർക്കിട്ട് 100-ൽ 100 മാർക്കും നൽകിയിരിക്കുന്നു. ഉദ്ഘാടനത്തിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. കേരളത്തിന്റെ ഏത് വേദിയിൽ പോയാലും മലയാളത്തെ ഇത്രമേൽ ഹൃദയ ഖനികളിൽ സ്നേഹവായ്പോടെ സൂക്ഷിക്കുന്ന, 2 പതിറ്റാണ്ട് പിന്നിടുന്ന അമേരിക്കയിലെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയെ കുറിച്ച്
തല ഉയർത്തി അഭിമാനത്തോടെ അവസരം കിട്ടിയാൽ നിയമസഭയിലും പറയും എന്നത് ആവർത്തിച്ചു പറഞ്ഞ എന്റെ അഭിനന്ദനം ഒന്നുകൂടി ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മാധ്യമ കോൺഫറൻസ് അതിന്റെ ലക്ഷ്യങ്ങളോട് നീതി പുലർത്തിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടിക്കൊണ്ട് മാത്രമേ അത് വിജയിച്ചോ എന്ന് നമുക്ക് വിലയിരുത്താനാണ്. യഥാർത്ഥത്തിൽ സുനിൽ ട്രൈസ്റ്റാറും അദ്ദേഹത്തിന്റെ ടീമും ഒരു വലിയ അത്ഭുതമാണ് ഇവിടെ അവതരിപ്പിച്ചത്. മലയാളത്തിന്റെ ആകാശത്തെ നക്ഷത്രങ്ങളാണ് ഈ വേദിയിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ. മനോരമ എന്ന നല്ല പാഠങ്ങൾ സമ്മാനിച്ച അച്ചടി കറുപ്പിൽ നിന്നും നേരെ ചൊവ്വേ എന്ന ചെറിയ വാക്കുകളിലൂടെ തന്നെ മാധ്യമ വഴികളുടെ മാർഗ താരകമായി മാറിയ ജോണി ലൂക്കോസ് സാർ. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു മാധ്യമത്തിലൂടെ സറ്റയർ, അത്തരമൊരു ആഖ്യാനത്തിന്റെ ആദ്യ രൂപങ്ങളുടെ നിർമ്മിതി മനോഹരമായി നിർവഹിച്ച ലീൻ ജസ്മസ്. മേഘം കെട്ടഴിഞ്ഞ മഴയായി വീഴുന്നത് പോലെ തുടക്കങ്ങൾ കൊണ്ട് മലയാളിയെ ഭ്രമിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഹാഷ്മി. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്ന കേരളത്തിലെവിടെയും തിരിച്ചറിയപ്പെടുന്ന ശബ്ദമായി മാറിയ പ്രിയപ്പെട്ട സുജയ പാർവതി. കാലികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്റെ ആഴമുള്ള അറിവിനാൽ ഭൂതകാല അവലോകനങ്ങൾ കൊണ്ട് ആ സംവാദങ്ങളെ പ്രകാശിതമാക്കുന്ന പ്രിയപ്പെട്ട അബ്ജോത് വർഗീസ്. എല്ലാ പ്രഭാതങ്ങളിലും ഹൃദയമുഖിയായ വാക്കുകൾ കൊണ്ട് ആ പ്രഭാതങ്ങൾക്ക് കാന്തി നൽകുന്ന, എന്നാൽ ചില വാരി വിതറുന്ന പരിഹാസങ്ങൾ കൊണ്ട്, ചില ജാഗ്രതകൾ കൊണ്ട് ഏതോ വിഷുപ്പക്ഷി സൗമ്യമായി പാടിയോ ഒരു ഈരടി പോലും ഉണർത്തുപാട്ടാക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന പ്രിയപ്പെട്ട മോത്തി രാജേഷ് തുടങ്ങി എല്ലാവരും മലയാളിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരും ഇങ്ങനെ ഒരു ഫ്രെയിമിൽ അവരെ എത്തിച്ചു. പ്രിയപ്പെട്ട സുനിൽ ട്രൈസ്റ്റാർ കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങ് MLA ആകുമായിരുന്നോ എന്നത് ഭയമായോ ആശ്വാസമായോ? ഞാൻ ഇല്ല, ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിനൊരു നല്ല ടീമുണ്ട്. ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ, പിളരാതെ എങ്ങനെയാണ് വളരുന്നതൊരു പാഠം ഞങ്ങൾക്ക് കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്രീ സുനിൽ തൈമറ്റം, അതേപോലെ തന്നെ അതിൽ ഷിജോ പൗലോസ്, പുരുഷന്റെ മാത്രം കലയാണ് സംഘാടനം ഞാൻ കരുതുന്നില്ല. ആശാ മാത്യു എത്ര തവണയാണ് വേദിയിലേക്ക്, ആശാ മാത്യുവിനൊപ്പമുള്ള വനിതകളെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നും ഞാൻ കരുതുന്നു. കൈയിടിക്കുന്നില്ല, പുരുഷന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒപ്പം ഏറ്റവും ഒടുവിൽ സംവാദങ്ങളിൽ പ്രിയപ്പെട്ട കൃഷ്ണകിഷോർ, ആകാശവാണി ശബ്ദങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു, കാഴ്ചകളുടെ കാലത്തിന് മുമ്പ്. അന്ന് വെൺമണി വിഷ്ണുവിന് ശേഷം കേട്ട ശബ്ദമാണ് കൃഷ്ണകിഷോർ. പ്രിയപ്പെട്ട പ്രതാപ് നായർ വൈകിട്ട് ക്രോസ് ഫെയർ വരെയെത്തി. എല്ലാ സംവാദങ്ങളും ഏറെ അർത്ഥവത്തായിരുന്നു. സിജോച്ചനും ഞാനും മാത്രമാണ് മുഴുവൻ സമയം ഇതിൽ പങ്കെടുത്തത്. ഉദ്ഘാടകനായ ശ്രീകണ്ഠൻ MP ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അപ്പോ അറ്റൻഡൻസ് ഉണ്ട്. അപ്പോ ഞാനും സിജോച്ചനും, അച്ഛൻ ലോഹയിടാതെയും ഇന്ന് അച്ഛനോടുള്ള സാമ്യം കൊണ്ടാണ് അച്ഛൻ ഞാനും കറുപ്പണിഞ്ഞത്. യു ആർ വൈറ്റ്, ഐ ആം ബ്രൗൺ, ബട്ട് ബോത്ത് അവർ ഷാഡോസ് ആർ ബ്ലാക്ക്. അപ്പോ ആ നിലയിൽ വളരെ സന്തോഷഭരിതമായിരുന്നു. പക്ഷെ ആ ചർച്ചകൾ എല്ലാം ഒരു നിയമസഭാ സാമാജിക ഗൗരവത്തോടെ പറഞ്ഞവരോ, തമാശകൾ മാറ്റിവെച്ചാൽ ആ ചർച്ചകളെല്ലാം നമ്മുടെ മാധ്യമങ്ങളുടെ ചരിത്രം, വർത്തമാനകാലം, ഇനി നാം താണ്ടേണ്ട ദൂരങ്ങളിൽ വന്ന വീഴാവുന്ന വിലങ്ങുകൾ, ഇരുട്ടിന്റെ അടരുകൾ, അതിനിടയിലും വെളിച്ചമാകേണ്ട ഒരു ചെടിയിൽ പൂവിരിയാൻ ഉണ്ടാകേണ്ട പ്രേരണകൾ പോലെ അഗാധമായ പ്രേരണകൾ നൽകിയാണ് ഈ സംവാദങ്ങൾ സമാപിക്കുന്നത്. ഏത് മാധ്യമപ്രവർത്തകനും പഠിക്കുന്ന പത്രഛായാഗ്രാഹകനായിരുന്നു കെവിൻ കാർട്ടർ. 1993 സുഡാനിൽ ഒരു യുദ്ധഭൂമിയിൽ അദ്ദേഹം പകർത്തിയ ഒരു ചിത്രം
നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. വിശന്നു വലഞ്ഞതിനാൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ചലനങ്ങൾ അവസാനിക്കുമ്പോൾ, ജീവനുള്ള ശരീരം ശവമായി മാറിക്കഴിയുമ്പോൾ കൊത്തിവലിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകൻ. ആ ചിത്രം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചു. 94-ൽ പുലിറ്റ്സർ പ്രൈസ് കെവിൻ കാർട്ടറെ തേടിയെത്തി. പക്ഷെ അദ്ദേഹത്തെ തേടിയെത്തിയ ഒരുപാട് കത്തുകൾ ഉണ്ടായിരുന്നു. ആ കത്തുകളിൽ ചുട്ടുപൊള്ളുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു: ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ കുഞ്ഞ് ജീവിച്ചോ മരിച്ചോ? അതിലൊരു കത്ത് അവസാനിച്ചത് ഇങ്ങനെയാണ്: കെവിൻ, താങ്കൾ നല്ല ഫോട്ടോഗ്രാഫർ ആയിരിക്കാം, പക്ഷേ ആ കുഞ്ഞ് ജീവിച്ചോ മരിച്ചോ എന്നതിന് എനിക്കറിയില്ല എന്ന ഉത്തരം നൽകിയ ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന്, വിശപ്പിൽ നിന്ന്, വേദനയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാതെ പോയ താങ്കൾ ഒരു നല്ല മനുഷ്യനല്ല എന്ന് പറഞ്ഞാണ് ആ കത്ത് അവസാനിച്ചത്. വിഷാദ രോഗം പിടിപെട്ട കെവിൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മനുഷ്യന്റെ മഹാസങ്കടങ്ങളുടെ കാഴ്ചകൾ പകർത്തി നൽകുക എന്നത് ധർമ്മം തന്നെയാണ്. പക്ഷെ മഹാസങ്കടങ്ങളിൽ നിന്ന് നിവർന്നു നിൽക്കാൻ പൊരുതുന്ന എല്ലാ മനുഷ്യനും ആജീവനാന്ത കാവലായി മാറുക എന്നത് ഏത് ഫോമാറ്റിലായാലും മാധ്യമങ്ങളുടെ ധർമ്മമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ ദിശയിലേക്കുള്ള മലയാള മാധ്യമ ചുവടുവയ്പ്പുകൾക്ക് ഊർജം പകരുന്നതായി ഈ സംഗമം മാറി. The rest of time won't settle on certain memories. ഇവിടെ ഉണ്ടായ ദിനരാത്രങ്ങളിലെ ഓർമ്മകൾ ഒരു മറവിക്കും മായ്ക്കാനാകാത്ത സാന്നിധ്യമായി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. ഒരിക്കൽ കൂടി ഭാവുകങ്ങൾ. നന്ദി. താങ്ക് യു പ്രമോദ് സാർ. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് കൂടിയ ഒരാളുണ്ട്, സിജോ പന്തപ്പള്ളി അച്ഛൻ. അച്ഛൻ ആദ്യം ഞങ്ങളുടെ കൂട്ട് തന്നെ ജീൻസും ടീഷർട്ടൊക്കെ വന്നതാണ്. പക്ഷേ ആള് മാറി വേണ്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഇപ്പം 920 അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം സിജോ അച്ഛൻ ബിലീവേഴ്സ് ചർച്ചിനെ പ്രതിനിധാനം ചെയ്യുന്നു. അച്ഛൻ ഒരു നോട്ടം ഷിജോയെ ഇട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് ഷിജോയുടെ ഒരു എച്ചിഞ്ഞൂരിയാൽ സിജോ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ ദയവായിട്ടില്ല.